നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിനിരയായവർ ഇനിയും ഒരുപാട് പേരുണ്ടെന്ന് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനിടയാക്കിയ അനിത പുല്ലയിൽ. മോൻസണിനെ 3 വർഷമായി പരിചയമുണ്ടെന്നും മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് മോൻസനെ സംശയിക്കാൻ തുടങ്ങിയതെന്നും ഇറ്റലിയിൽ താമസിക്കുന്ന അനിത 24നോട് വെളിപ്പെടുത്തി. മോൻസനെതിരായ അന്വേഷണത്തിന് കാരണമായത് തന്റെ ഇടപെടലാണെന്നും അനിത വ്യക്തമാക്കി. മോൻസനെ ആയിട്ട് എത്ര കാലത്തെ പരിചയമുണ്ട്? ആക്ച്വലി ഒരു 3 വർഷത്തോളം അത്രയൊക്കെ വരാനേ സാധ്യതയുള്ളൂ. ഈ മോൻസൺ ഒരു തട്ടിപ്പുകാരനാണെന്ന് പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? ലോക്നാഥ് ബെഹ്റയുടെ അടുത്ത് പല പ്രാവശ്യം ഇതുപോലുള്ള കേസുകൾക്ക് പോയി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഒരു ചീറ്റിംഗ് കേസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ ഫാമിലിനെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം, മാഡം ഒരു കാര്യം ഞാൻ പറയട്ടെ, മാഡം ഒന്ന് സൂക്ഷിക്കണം, ഇങ്ങനെ അദ്ദേഹത്തിനെ പറ്റി, ഡോക്ടറെ പറ്റി നല്ല ഒരു അഭിപ്രായം എല്ലാവരുടെ ഇടയിലും ഇല്ല, അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നിധി സോശ കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ടാവും, അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കറിയാൻ പറ്റും. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അച്ഛന്റെ കാര്യങ്ങൾ. അവരെ ഒരു ബ്ലാക്ക് മെയിലിന് പോലും ഉപയോഗിച്ചിട്ട് ആ സ്ത്രീയാണ് പല കാര്യങ്ങൾക്കും. അജിക്ക് ഈ മോൻസന്റെ എല്ലാ കാര്യങ്ങളും അറിയാമോ? മോൻസന്റെ ഇടപാടുകളുടെ 11 വർഷം ഒരാളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയൂലേ? നോർമലി അല്ലേ അത്? പിന്നെ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളോടും ഞാൻ പറയാൻ തുടങ്ങി, ഇങ്ങനെ സംതിങ് റോങ് ആണ്, വളരെയധികം ബിസിനസ് ഡീലിംഗ് എന്ന് പറഞ്ഞിട്ട് കോടികളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പേരിൽ സൂക്ഷിക്കുക എന്ന് ഞാൻ എല്ലാവർക്കും, എനിക്കറിയാവുന്ന എന്നെ വിശ്വസിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരാവസ്തു വിൽപ്പനക്കാരനെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കലിനെതിരായ കേസ് അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഇൻകം ടാക്സും പ്രാഥമിക വിവരശേഖരണം തുടങ്ങി. മോൻസണിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ വനം വകുപ്പ് അവിടെയുള്ള ആനക്കൊമ്പ് വ്യാജമാണെന്ന് കണ്ടെത്തി. അതേസമയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള മോൻസണിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മോൻസണിന്റെ കൊച്ചിയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരും പരിശോധന നടത്തി. ഗേറ്റിന് മുന്നിൽ തൂക്കിയിരുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹിയാണെന്ന പേരിലുള്ള ബോർഡുകളെല്ലാം ക്രൈംബ്രാഞ്ച് എടുത്തുമാറ്റി. മോൻസണെതിരെ പരാതി നൽകിയ ഷമീർ, യാക്കൂബ്, അനൂപ് എന്നിവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. മോൻസണെതിരായ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പരാതിക്കാർ പറഞ്ഞു. ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ തെളിവ് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട തെളിവുകളും കൈമാറുന്നുണ്ട്. പിന്നെ വേറെന്താ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ഞങ്ങൾ തരാം. സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ദുരൂഹത കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിന് ജീവനക്കാരുടെ അക്കൗണ്ട് മോൻസൺ മറയാക്കിയെന്നാണ് വിവരം. സ്വന്തം അക്കൗണ്ട് ഫ്രീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് അക്കൗണ്ടുകളിലൂടെ മോൻസൺ പണം വാങ്ങിയെന്ന് പരാതിക്കാരൻ രാജീവ് പറഞ്ഞു. അതായത് ഓരോ തവണ ആദ്യം പിള്ളേർ ഫൈവ് തന്നാമെന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ പറഞ്ഞത് പിന്നെ ഒരു ഫൈവ് വേണം, പിന്നെ അങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് പൈസ മേടിച്ചു. അങ്ങനെ പൈസ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എനിക്ക് പൈസ വരാനുണ്ട്, അപ്പൊ ബാക്കി പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് അതെല്ലാം ചെയ്തു തന്നോളാം, നീ എനിക്ക് ഡൽഹിയിലെ ആവശ്യത്തിന് വേണ്ടി. വയനാട്ടിൽ 500 ഏക്കർ പാട്ടത്തിൽ നൽകാമെന്ന് ധരിപ്പിച്ച പാലാ സ്വദേശി രാജീവനിൽ നിന്ന് മോൻസൺ തട്ടിയത് 1,72,00,000 രൂപയാണ്. അതേസമയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള മോൻസന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. മോൻസൺ മാവുങ്കലിന് ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയ തിരുവനന്തപുരം സ്വദേശിയായ ശില്പിയും പരാതിയുമായി രംഗത്ത്. 60 ലക്ഷത്തിലധികം രൂപ ശില്പങ്ങൾ നൽകിയ ഇനത്തിൽ ലഭിക്കാനുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. പുള്ളിയുടെ ബന്ധു US ഒരു പാർട്ടിയുണ്ട്, ആ പുള്ളിയായിട്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. ഓൺലൈനിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചു, ഇന്ന ഒരു ആളുണ്ട്, ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് പോയത്. എൻ്റെ ആവശ്യത്തിന് എനിക്ക് വിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്തു. പുള്ളി പടം കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് എടുത്തതാണ്. ഈ ഒരു വിശ്വരൂപമുണ്ട്, വേറെ 1-2 എല്ലാ ഫെയറുകളുണ്ട്. അവർ ഞാൻ പറഞ്ഞതിന് വില സമ്മതമാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. 1 മാസത്തെ കാലാവധി കൊടുത്തു. അത് 1 മാസമായി, 2 മാസമായി, 3 കൊല്ലമായി. എനിക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട്. എത്ര രൂപ പെൻഡിങ് ഉണ്ട്? എല്ലാം കൂടി 60 കൂടുതൽ ലക്ഷം, 70 അടുപ്പിച്ച് പെൻഡിങ് ഉണ്ട്. കോട്ടയത്തെ മാംഗോ മെഡോസ് പാർക്ക് ഉടമ NK കുര്യനും മോൻസണെതിരെ രംഗത്തെത്തി. മാംഗോ മെഡോസ് പാർക്കിൽ മുതൽ മുടക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി എത്തിയ മോൻസൺ പിന്നീട് തന്റെ പക്കൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചതായാണ് NK കുര്യന്റെ ആരോപണം. കൊച്ചിയിൽ റെന്റ് കാർ ബിസിനസ് നടത്തുന്ന കൊച്ചി സ്വദേശി മനാഫും മോൻസണെതിരെ പരാതി നൽകി. പുള്ളി വണ്ടി വാടകയ്ക്ക് എടുത്തേക്കണല്ല, വാടകയ്ക്ക് ഓട്ടിക്കാനല്ല, മറിച്ച് അത് പണയം വെച്ച് പുള്ളിക്ക് കാശ് തട്ടാനായിരുന്നു. ടെലിവിഷൻ വിൽപ്പനയുടെ പേരിൽ ഇടുക്കി രാജാക്കാട്ടിലും മോൻസൺ ആളുകളെ കബളിപ്പിച്ചിരുന്നു. ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യം.
അങ്ങനെ 94 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ തുടക്കം കുറിച്ചത് തന്നെ. അത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഏകദേശം 10-12 വർഷക്കാലം ഇടുക്കി സ്വദേശിയായി നിന്ന ഒരു വ്യക്തിയാണ് മോൻസൺ മാവുങ്കൽ. മോൻസൺ മാവുങ്കലിന്റെ വമ്പൻ തട്ടിപ്പിൽ അന്വേഷണം തൃശൂരിലെ ധനകാര്യ സ്ഥാപന ഉടമയിലേക്കും. മോൻസൺ തട്ടിച്ച പണം സ്ഥാപന ഉടമ KH ജോർജിന് നൽകിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. മോൻസണുമായുള്ളത് സൗഹൃദം മാത്രമെന്ന് വ്യവസായി ജോർജ് 24നോട് പ്രതികരിച്ചു. പുരാവസ്തുക്കൾ വിൽക്കാൻ മോൻസൺ സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഖുറാൻ കാലിഗ്രഫി ടെസ്റ്റിൽ വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നെന്നും ജോർജ് പ്രതികരിച്ചു. പലപ്പോഴായി വാങ്ങിയ 17 ലക്ഷത്തോളം രൂപ തനിക്ക് തരാനുണ്ടെന്നും ജോർജ്. മോൻസിന് പണമിടപാട് ഒന്നുമില്ല. മോൻസിന് എനിക്ക് 1 രൂപ തന്നിട്ടില്ല. മോൻസിന് ഞാൻ അങ്ങോട്ടാണ് പണം കൊടുത്തിട്ടുള്ളൂ. എന്റെ കമ്പനിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ കയ്യിലേക്കോ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാം. പുരാവസ്തുവിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മോൻസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന പരാതിക്കാർ ആരോപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്റലിജൻസ് പരിശോധന. വഴിവിട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ടോയെന്നാണ് അന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന. മോൻസൺ തട്ടിപ്പുകാരനെന്ന പോലീസിനെ അറിയിച്ച യുവതിയെ അസഭ്യം പറയാൻ ചേർത്തല CIയോട് മോൻസൺ ആവശ്യപ്പെടുന്ന ശബ്ദരേഖ 24 പുറത്തുവിട്ടു. എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരു തവണ വിളിച്ചായിരുന്നു, ഒന്നല്ല 2 തവണ വിളിച്ചു. കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ല, അവരാരത്ത് വിളിച്ചാലും എനിക്ക് എല്ലാവരും വിളിച്ചാലും എനിക്ക് എന്നതായിട്ട് തീരാനാണ്. ആ ഡോക്ടർക്ക് അറിയാമല്ലോ. ഇത്രയും പേര് എതിർത്തിട്ട് പോലും ഡോക്ടറുടെ കൂടല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് സാറേ. എനിക്ക് ഒരാൾ വിളിച്ചു, ഞാൻ എല്ലാവരും പറയും. സാറേ അവളേക്ക് നല്ല സൈസ് തെറി വിളിക്കും സാറേ. എന്തിനാണ് സാറിന്റെ ഒരു CIയുടെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യം നിങ്ങളാരെയുള്ളൂ? മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞേ. 2 വാഴ പറയുമ്പോഴത്തേന് ആദ്യത്തെ കോൾ കട്ടായി കഴിഞ്ഞിട്ട് പിന്നെന്താ അറിയോ, സമയം എനിക്ക് കിട്ടിയില്ല. 2ാമത്തെ കോൾ കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി കട്ടായി. വിളിക്കുമ്പോ എനിക്ക് വ്യക്തമായിട്ട് നല്ലത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. മറ്റേ ഇവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു പരാതിയായിട്ട് തന്നെ വരാൻ പറയാം. അപ്പൊ സാറെ അന്വേഷിക്കാന്ന് പറയാം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. ഞാൻ എങ്ങനെ ചെയ്തോളാം, അത് ഞാൻ വിളിക്കട്ടെ. ഓക്കെ. ശ്രീവത്സം ഗ്രൂപ്പ് നൽകിയ പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കാൻ മോൻസൺ മാവുങ്കൽ ശ്രമിച്ചെന്ന് ആലപ്പുഴ ജില്ലാ മുൻ പോലീസ് മേധാവി PS സാബു 24നോട് പറഞ്ഞു. ഇപ്പം പറഞ്ഞ ഭാഗം മാത്രം കേട്ടുകൊണ്ട് മറ്റവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അന്വേഷണം ഒരു ഏകപക്ഷീയമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിക്കാതെ ഒരു ആര്യന്റെ ഒരു അന്വേഷണം ആദ്യം നടത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിനെ കുറിച്ച് DSP കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചു എന്തോ കാര്യങ്ങൾ എന്നുള്ള തിരക്കിയിട്ട്. അപ്പൊ അതിനകത്ത് അന്വേഷണത്തിൽ ഒരുപാട് അപാകത ഇങ്ങനെ. അപ്പൊ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് അത് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ട്രാൻസ്ഫർ ചെയ്തു. ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് മോൻസൺ അതിന് എതിരായിട്ടാണ്. അന്ന് പിന്നെ ഹൈക്കോടതിയിൽ പോയി. എന്റെ അടുക്ക ഒരിക്കലും നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ മറ്റാൾക്കാരുടെ അടുക്ക പറയും എപ്പോഴാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യും, വായിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ അടുക്ക പറയും. എന്നല്ലത് എന്റെ അടുക്ക നേരിട്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. മോൻസൺ മാവുങ്കലുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കണ്ണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി 5 ദിവസം ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്നും സുധാകരൻ വിശദീകരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും IPSകാരും മുഖ്യമന്ത്രിയെ താങ്ങി നിൽക്കുന്ന മുഴുവൻ ആളുകളും അവിടെ വന്ന് ക്യാമ്പടിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നതിന് ഞാൻ എന്ത് ജാഗ്രതയാണ് കാണിക്കേണ്ടത്? എന്നാൽ സുധാകരനെതിരായ ആരോപണം ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് LDF. മോൻസണിൽ നിന്നും ചികിത്സ തേടിയത് ശാസ്ത്രബോധത്തിന്റെ അഭാവം കൊണ്ടാണെന്ന് CPIM ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ പരിഹസിച്ചു. KPCC അധ്യക്ഷൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലാത്ത വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കുറ്റകരമായ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഒരു തട്ടിപ്പല്ലേ. അപ്പോൾ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ സമൂഹത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതിനാണ് പ്രാധാന്യം. ഡോക്ടറെക്കുറിച്ച് അന്വേഷിക്കാതെയാണോ K സുധാകരൻ ചികിത്സയ്ക്ക് പോയതെന്നായിരുന്നു CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ ചോദ്യം. നമ്മൾ ഏത് ചികിത്സക്കാരുടെ മുമ്പിൽ പോകുമ്പോൾ അയാളെക്കുറിച്ചൊരു സാമാന്യ അറിവ് വേണമല്ലോ, അതും പൊതുപ്രവർത്തകർക്ക്. എൻ്റെ സുഹൃത്ത് ശ്രീ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോയിരിക്കുന്നു ത്വക്ക് ചികിത്സക്ക്. ഇയാൾ സ്കിൻ്റെ സ്പെഷ്യലിസ്റ്റാണെന്ന് ആര് പറഞ്ഞു? ഇയാൾ എവിടുന്ന സ്പെഷ്യലിസ്റ്റ് ആയത്? എന്താ കാര്യം? അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ കേൾക്കുക. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല.
മോൻസൺ മാവുങ്കലിനെതിരെ നിരവധി പരാതി ലഭിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത പോലീസ് നടപടി ദുരൂഹമാണെന്ന് BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. മോൻസന്റെ സഹായിയായി പ്രവർത്തിച്ച ADGP മനോജ് എബ്രഹാമിനെതിരെ നടപടിയെടുക്കണമെന്നും B. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയം പുരാവസ്തുവായി, വ്യാജ പുരാവസ്തുവായി മാറിയിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യാജ പുരാവസ്തുവായി മാറിയിരിക്കുകയാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് പുരാവസ്തുക്കൾ കണ്ടിട്ട് അത് ഒറിജിനൽ പുരാവസ്തുക്കളാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ADGPമാരാണ്. ഇന്നത്തെ ഇവിടുത്തെ പോലീസ് ഉന്നതന്മാർ ഡ്യൂപ്ലിക്കേറ്റ് IPS ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരുടെ IPS പരിശോധിക്കണം വാസ്തവത്തിൽ. 24-നെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമപ്രവർത്തകനും സ്ഥാപനത്തിനുമെതിരെ 24 നിയമ നടപടി സ്വീകരിച്ചു. എക്സ്ക്ലൂസീവ് എന്ന ഓൺലൈൻ പോർട്ടലിലും സമൂഹ മാധ്യമങ്ങളിലൂടെ 24-നെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ജഗദീഷ് ബാബുവിനുമെതിരെയാണ് 24 നിയമ നടപടി സ്വീകരിച്ചത്. തട്ടിപ്പ് നടത്തി പിടിയിലായ മോൻസൺ മാവുങ്കലിൽ നിന്ന് ചാനൽ 2.5 കോടി നിക്ഷേപം സ്വീകരിച്ചെന്നായിരുന്നു എക്സ്ക്ലൂസീവ് എന്ന മാധ്യമത്തിന്റെയും സ്വന്തം FB അക്കൗണ്ട് വഴിയും ജഗദീഷ് ബാബു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഫ്ലവേഴ്സും 24ഉം അടങ്ങുന്ന ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ നിക്ഷേപകരുടെ പൂർണ്ണ വിവരങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ലഭ്യമാണ്. എന്നിട്ടും ജഗദീഷ് ബാബുവും എക്സ്ക്ലൂസീവ് എന്ന മാധ്യമവും വ്യാജ പ്രചാരണം നടത്തുന്നത് പൊതുസമൂഹത്തിൽ ചാനൽ നേടിയെടുത്ത വിശ്വാസ്യത തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് 24 സംശയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷകൻ C. ഉണ്ണികൃഷ്ണൻ മുഖേന നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അമരീന്ദർ സിംഗ് BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം PCC അധ്യക്ഷന്റെ രാജിയിൽ ഹൈക്കമാൻഡും നവ്ജോത് സിംഗ് സിദ്ധുവും രമ്യതയിലെത്തിയിട്ടില്ല. രാജി സമ്മർദ്ദതന്ത്രമല്ലെന്നും കാലം താനാണ് ശരിയെന്ന് തെളിയിക്കുമെന്നും സിദ്ധു പറഞ്ഞു. സിദ്ധു വഴങ്ങാത്ത സാഹചര്യത്തിൽ പഞ്ചാബിലെ പാർട്ടി അധ്യക്ഷ പദത്തിലേക്ക് പുതിയ പേരുകൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പാർട്ടി ഈ നിലയിലായതിൽ ദുഃഖമുണ്ടെന്നും നേതൃത്വത്തിന്റെ വിശ്വസ്തർ ഓരോരുത്തരായി പാർട്ടി വിടുകയാണെന്നും വിമർശനം. കോൺഗ്രസിൽ ഇപ്പോൾ അധ്യക്ഷനില്ല. സംസ്ഥാനത്തിന്റെ അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും സിബൽ. സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടത്തിയിട്ടില്ല. പാർട്ടിയിൽ ആരാണ് തീരുമാനമെടുക്കുന്നതെന്ന് അറിയില്ലെന്നും കപിൽ സിബലിന്റെ വിമർശനം. The Congress party should make sure that they remain united. If somebody has an issue, that issue has to be discussed. Consultations must take place from the senior most members of the party. The organizational structure must be strengthened. If there is a president, if there is an elected CWC, if there is a central election committee. കോൺഗ്രസിൽ ചേർന്ന കന്നയ്യകുമാറിന്റെ പദവി സംബന്ധിച്ച അനിശ്ചിതത്വം കന്നയ്യകുമാറിനെ ദേശീയ വക്താവാക്കി രാജ്യം മുഴുവൻ പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ ബീഹാറിൽ കേന്ദ്രീകരിക്കാനാണ് കന്നയ്യയ്ക്ക് താൽപര്യം. കന്നയ്യ തിരിച്ചുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഹമ്മദ് മുഹസിൻ MLA. രാഹുൽ ഗാന്ധിയും ടീമും കനയെ നിരന്തരമായി കണ്ടിരുന്നു. അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു വരാനും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഉറപ്പിക്കാനും വേണ്ടി ഇത് അവസാനത്തൊരു തുരുപ്പ് ഷീറ്റായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കനയെ അതിൽ വീണു പോകുമെന്ന് ഞാൻ കരുതിയതല്ല. ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കനയ്യകുമാറിനെ കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിയുമോ എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ കനയ്യകുമാറിന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കനയ്യയ്ക്ക് കോൺഗ്രസിൽ ഭാവിയുണ്ടോ എന്നല്ല, കോൺഗ്രസിൽ തന്നെ ഭാവിയുണ്ടോ എന്നാണ് കാര്യമെന്ന് SFI പ്രസിഡന്റ് VP സാനു പ്രതികരിച്ചു. കനയ്യ രാജ്യത്തെ മുഴുവൻ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും വഞ്ചിച്ചെന്നും VP സാനു. രാജ്യത്തെ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥി മുന്നണിക്ക് എല്ലാം ഒരു വലിയ വഞ്ചനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കനയ്യ പ്രതീക്ഷിച്ച പോലെ ഒരു ഭാവി കോൺഗ്രസിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കോൺഗ്രസിന് തന്നെ ഭാവിയുണ്ടോ എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. ഇതുവരെയും ഒരു AICC പ്രസിഡന്റ് ഇല്ല. ഒട്ടനവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ PCC അധ്യക്ഷന്മാരില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോൾ ഇവർക്കൊക്കെ ഒരുപക്ഷെ PCC പ്രസിഡന്റുമാരൊക്കെ ആവാൻ പറ്റിയേക്കും. മുൻ
ഗോവ മുഖ്യമന്ത്രിയും കോൺഗ്രസ് MLAയുമായിരുന്ന ലൂയിസിനോ ഫെലേരിയോ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. 10 കോൺഗ്രസ് പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. BJPയെ തോൽപ്പിക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് ലൂയിസിനോ ഫെലേരിയോ പറഞ്ഞു. നേതാക്കന്മാരെ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ തെറിവിളിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. നിഷ്ക്രിയരായ നേതാക്കൾ 6 മാസത്തിനപ്പുറം പോകില്ലെന്നും DCC പ്രസിഡന്റുമാർക്ക് സുധാകരന്റെ മുന്നറിയിപ്പ്. ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിക്കകത്ത് അംഗീകരിച്ചു കിട്ടി എന്നതുകൊണ്ടുള്ള അമിതമായ സ്വാതന്ത്ര്യങ്ങൾ പലപ്പോഴും പലരും ഉപയോഗിക്കുന്നു. അത് പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞു തീർക്കുക എന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലിയും രാഷ്ട്രീയ പ്രവർത്തനവും. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായാൽ കേരളത്തിൽ കോൺഗ്രസ് സമ്പൂജ്യമാകുമെന്ന് കെ മുരളീധരൻ. സംസ്ഥാന നേതൃത്വത്തിലെ ആശയവിനിമയ പ്രശ്നമാണ് തർക്കങ്ങൾക്ക് കാരണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള IICC ദേശീയ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. VM സുധീരന്റെ രാജി അംഗീകരിച്ചിട്ടില്ല. സെമി കേഡർ സംവിധാനം ചർച്ച ചെയ്തതിനു ശേഷം മാത്രം തീരുമാനിക്കും. KPCC പുനഃസംഘടന ഒക്ടോബർ 2ാം ആഴ്ചയിൽ പൂർത്തിയാകും. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നേതാക്കളുമായി ചർച്ച ചെയ്യില്ലെന്നും താരിഖ് അൻവർ വ്യക്തമാക്കി. Only I can say there was some communication gap, and I will see that in future there should be no any communication gap. So this is my finding. കോഴിക്കോട് നിന്ന് ശേഖരിച്ച വവ്വാലുകളുടെ സാമ്പിളിൽ നിപ്പ വൈറസിനെതിരായ ആന്റിബോഡി കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. നിപ്പയുടെ ഉറവിടം വവ്വാലുകൾ തന്നെയെന്ന് അനുമാനിക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രദേശത്ത് നിന്ന് കേസ് റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെ NIVയിൽ അവർ ശേഖരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇതുവരെ പുറത്തു വന്ന നമ്മളെ അറിയിച്ചിട്ടുള്ള NIV പൂനെയിൽ നിന്ന് അറിയിച്ച ഫലമനുസരിച്ച് കുറച്ച് വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരായിട്ടുള്ള IgG ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ICMR നടത്തുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 12,161 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.45%. 90,394 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 1000-ലേറെ പുതിയ രോഗികളുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് വന്ന 64 പേരും 86 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. 155 മരണങ്ങൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. 1,43,500 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 17,862 പേർ രോഗമുക്തരായി. WIPR 10 മുകളിലുള്ള 745 തദ്ദേശ വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുന്നു. ജനസംഖ്യയുടെ 92.2% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും 40% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകി. കോവിഡ് പോസിറ്റീവായ സർക്കാർ ജീവനക്കാർ ലക്ഷണങ്ങളില്ലെങ്കിലും 7 ദിവസത്തിന് ശേഷം ജോലിക്ക് ഹാജരാകണമെന്ന ഉത്തരവ്. കോവിഡ് പോസിറ്റീവായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി സംബന്ധിച്ച മാർഗരേഖ പരിഷ്കരിച്ചു. 7 ദിവസത്തിന് ശേഷവും ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രം പരിശോധന മതി. ലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ RT-PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ജോലിക്ക് ഹാജരാകണം. ഗുരുതര രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉള്ളവർ ലക്ഷണങ്ങളില്ലെങ്കിലും 7 ദിവസത്തിന് ശേഷം RT-PCR പരിശോധന നടത്തണം. നെഗറ്റീവ് ആണെങ്കിൽ ഓഫീസിൽ ഹാജരാകണമെന്നും ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ നിർണായക യോഗങ്ങൾ അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പ്രത്യേക യോഗം ചേരും. ഇതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം. സ്കൂളുകൾ തുറക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗങ്ങൾ ചേരുന്നത്. നാളെ രാവിലെ 10:30 വിദ്യാഭ്യാസ ഗുണനിലവാര പദ്ധതി സമിതിയുടെ യോഗം ചേരും. 9 അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30 മറ്റ് അധ്യാപക സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് യുവജന സംഘടനകളുടെ യോഗം ചേരും. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.